ഹായ് ഡാ മക്കൾസ്. അപ്പോൾ എല്ലാവരും അതാ നമ്മുടെ എക്സാമിനുള്ള കട്ട പ്രിപ്പറേഷനിലാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ രേഖീയ സംഖ്യകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ രേഖീയ സംഖ്യകളിൽ നിന്ന് അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിൽ നിന്ന് നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നോ ലാഗ് ആണ്. സോ വീഡിയോ കുറച്ച് സ്പീഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്പീഡിനനുസരിച്ച് സ്പീഡ് കുറച്ചൊക്കെ ഉഷാറാക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയി പിന്നെയും വന്ന് കാണുക. ഓക്കെ, അങ്ങനെ സെറ്റ് ആക്കുക. ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? വേണ്ടല്ലേ? സ്പീഡ് പറയുന്നില്ല, നോർമൽ സ്പീഡ് പറയാൻ നല്ലോണം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് റെപ്രസെന്റിംഗ് 3 and 7 ഇൻ ദ നമ്പർ ലൈൻ. മുത്തതൊക്കെ എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഈ വീഡിയോയിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, നിങ്ങൾ പോസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് സ്വന്തം അത് ചെയ്യാൻ പറ്റുമോ നോക്കണം. അതിന് ശേഷം മാത്രം ഞാൻ ചെയ്യുന്ന ഉത്തരം കണ്ടാൽ മതി. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ പോസ് ചെയ്യണം, ഇതിൻ്റെ ഉത്തരം ചെയ്യണം. എല്ലാവരും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി ഞാൻ ആൻസർ പറയാൻ പോവാണ്. നിങ്ങൾ പറഞ്ഞ ആൻസറുമായിട്ട് ഇത് സെയിം ആണോ വരുന്നത് എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് റെപ്രസെന്റിംഗ് 3 and 7 ഇൻ ദ നമ്പർ ലൈൻ. നമുക്കറിയാം സാറേ, ഇതാണ് നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടാവും അല്ലേ? 0, 1, 2, 3, 4, 5, 6, 7 എന്ന് പറഞ്ഞ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടാവും. അതുപോലെ ഇങ്ങോട്ട് -1, -2, -3 എന്ന് പറഞ്ഞ ഒരുപാട് നമ്പേഴ്സ് ഇങ്ങോട്ടും ഉണ്ടാവും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 3 and 7, 3, 7 ഈ രണ്ട് സംഖ്യകൾ എന്താണ്? സംഖ്യകൾ തമ്മിലുള്ള അകലമാണ് നമുക്ക് കാണേണ്ടത്. സാറേ എത്രയാണ്? 3, 7. ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അകലം എങ്ങനെയാണ് കാണുക? 3, 7. നോർമലി നമ്മൾ വരച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര അകലം? സാറേ 1, 2, 3, 4. സാറേ എത്രയാണ്? 4 ആണ്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ എന്ത് പറയും? സാറേ 4 ആണ് ആൻസർ എന്ന് പറയും. പക്ഷേ ഇനിയിപ്പോൾ വലിയ സംഖ്യയൊക്കെ ആണ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ മുത്തൂസേ, നമ്മൾ എന്താ ചെയ്യുക? വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ സാർ, 2 പോയിന്റ്സ് തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് കാണണമെങ്കിൽ എന്താണ് ചെയ്യുക? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് കാണാൻ സാറേ എന്താണ് സാറേ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എന്താ ചെയ്യേണ്ടത്? മോഡ് x - y ആണ് ചെയ്യേണ്ടത് സാറേ. അങ്ങനെയെങ്കിൽ മോഡ് ഈ രണ്ട് സാധനം 3 - a എന്ന് ചെയ്യുക, അല്ലെങ്കിൽ a - 3 എന്ന് ചെയ്യുക. എന്ത് ചെയ്താലും ഒരേ ഉത്തരമായിരിക്കും കിട്ടുക. അതായിരിക്കും നമ്മുടെ ആൻസർ. സോ നമുക്ക് ചെയ്യാം മോഡ് 3 - a അല്ലേ? മോഡ് x - y. ഇതാ എക്സ് വൈ എന്ന് പറഞ്ഞ 2 പോയിന്റ് തമ്മിലുള്ള അകലം കാണണേ, മോഡ് x - y ചെയ്താൽ മതി. അപ്പോൾ ഇതെന്താ? മോഡ് 3 - 7 ചെയ്യുക. 3 7 കുറച്ച് എത്രയാണ്? മോഡിൻ്റെ അകത്ത് -4 ആണ് മുത്തം ഉണ്ടാകുക. എന്താണ് ഉണ്ടാകുക? -4 ആണ് ഉണ്ടാകുക സാറേ. മോഡിൻ്റെ അകത്ത് -4 എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരുമ്പോൾ എന്താ വരിക? ആൻസർ 4 ആണ് വരിക. ഇനി ഇതിപ്പോൾ നിങ്ങൾ തിരിച്ചിട്ട് 3 7 തമ്മിലുള്ള അകലം 3 - 7. ഓക്കെ, a - 3 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. മോഡിൻ്റെ അകത്ത് എന്ത് വരും? 4 എന്ന് വരും. അപ്പോൾ ഉത്തരം തന്നെ വരിക 4 വരിക. ഓക്കെ, എന്തായാലും ഉത്തരം 4 തന്നെ വരിക. സോ നമുക്ക് വരച്ചു നോക്കിയപ്പോൾ നമുക്ക് ആൻസർ 4 തന്നെ കിട്ടിയത്. ഇനി വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 2 പോയിന്റ്സ് തമ്മിലുള്ള അകലം കാണാൻ മോഡ് x - y. ഓക്കെ സാർ, ഫൈൻഡ് ദ നമ്പർ റെപ്രസെന്റിംഗ് ദ മിഡ് പോയിന്റ് ഓഫ് 3 and 7. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, 2 പോയിന്റുകളുടെ മിഡ് പോയിന്റ് എങ്ങനെ കാണും? ഒരു കാരണവശാലും മറക്കരുത് മുത്തൂസെ, 2 പോയിന്റുകളുടെ മിഡ് പോയിന്റ് എങ്ങനെ സാറേ കാണും? മിഡ് പോയിന്റ് കാണാൻ ഇതുമൊക്കെ എല്ലാ മക്കളും എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ കാണി വീഡിയോ പോസ് ചെയ്യണം. ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് ചെയ്യണം. അതിന് ശേഷമാണ് നിങ്ങൾ ഈ ക്ലാസ് കാണേണ്ടത്. ഓക്കെ, മിഡ് പോയിന്റ് എങ്ങനെയാണ് സാറേ കാണുക? സാർ സിമ്പിൾ, മോഡ് x + y/2. 2 പോയിന്റ് തമ്മിലുള്ള അകലം കാണുന്ന 2 പോയിന്റിന്റെ നടുവിലുള്ള ബിന്ദു കാണണമെങ്കിൽ ആ 2 പോയിന്റിനെ തമ്മിൽ കൂട്ടുക, 2 കൊണ്ട് ഹരിക്കുക. ഓക്കെ സാർ, 3 7 തമ്മിലുള്ള ശരിക്കും ഇങ്ങനെ നോക്കിയാൽ സാറേ നമുക്ക് മനസ്സിലാവും 3ന്റെ 7ന്റെ ഇടയിൽ ആരാ? സാറേ 5 നമുക്ക് മനസ്സിലാവും അല്ലേ? അപ്പോൾ ആൻസർ 5 ആണ്. പക്ഷെ നമുക്കത് എങ്ങനെയാണ് ചെയ്യുക? വലിയ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ചെയ്യുക? ഇതിപ്പോൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും 3ന്റെ 7ന്റെ ഇടയിൽ ആരാ? 5 എന്ന് മനസ്സിലാവും. അല്ലാണ്ട് എങ്ങനെയാ സാറേ ചെയ്യുക? സാർ പറഞ്ഞിട്ടുണ്ട് മോഡ് x + y/2 ആണെന്ന്. അങ്ങനെയെങ്കിൽ പറഞ്ഞോ, ഏതൊക്കെ നമ്മുടെ പോയിന്റ്? 3 7 ഇതിൻ്റെ നടുവുള്ളല്ലേ കിട്ടണ്ടേ? അപ്പോൾ മോഡ് 3 + 7/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ് 3 7 എത്ര? 10. 10 ഹരിക്കണം 2 എത്ര? സാറേ 10 ഹരിക്കണം 2 പറഞ്ഞാൽ 5. മോഡ് 5 എന്ന് പറഞ്ഞാൽ എത്ര? 5. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? സാർ നേരത്തെ പറഞ്ഞില്ലേ 5 തന്നെയാണ് നമ്മുടെ ആൻസർ. സോ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ 4 ആണ്. ഇതിൻ്റെ ആൻസർ എത്ര മുത്തോ? സാറേ 5 ആണ്. ഓക്കെ ആണല്ലോ മുത്തേ? ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനും മാർക്കരുത് കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മുത്തുവോ പോസ് ചെയ്യുക, ഒറ്റയ്ക്ക് ചെയ്യുക, പോസ് ചെയ്യുക, ഒറ്റയ്ക്ക് ചെയ്യുക. നോക്കിക്കോളി എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്? സാർ x 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സോ.
നോ ഇഫ് മോഡ് എക്സ് ഈക്വൽ ടു 3 ഇത് വിട്ടുപോയതാണ്, ഇത് അവിടെ ഉണ്ട്. ഇഫ് മോഡ് എക്സ് ഈക്വൽ ടു 3 മോഡ് എക്സ് 3 ആണെങ്കിൽ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. സർ മോഡ് എക്സ് 3 ആണെങ്കിൽ എക്സിന് ഏതൊക്കെ വാല്യൂ വരും? സാറേ സിമ്പിൾ അല്ലേ, എക്സിന്റെ വാല്യൂ 3 എന്ന് മാത്രമാണോ? മോഡ് എക്സ് 3 ആണെങ്കിൽ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാ സാറേ വരിക? സാറേ എക്സിന് 3യും വരും -3യും വരും. സാർ മോഡ് എക്സ് 3 ആണ്, എക്സിന്റെ വില 3യും -3യും വരും. സോ അടുത്ത ക്വസ്റ്റ്യൻ, മോഡ് എക്സ് -1 3 ആണെങ്കിൽ എക്സിന്റെ വില കാണുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? മോഡ് എക്സ് -1 ഈക്വൽ ടു 3 അങ്ങനെയെങ്കിൽ എക്സിന്റെ വില കാണണം. എങ്ങനെയാടാ കാണുക ഈ ക്വസ്റ്റ്യൻ? ഇത് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. എങ്ങനെ മുത്തു കാണാം? സാർ പറഞ്ഞിട്ടുണ്ട് മോഡിന്റെ അകത്ത് എക്സ് ആണെങ്കിൽ ഓക്കെ പുറമെ എന്ത് വരും? ഓക്കെ ഇങ്ങനെ നോക്കി, മോഡ് എക്സ് ഈക്വൽ ടു 3 ആണെങ്കിൽ ഈ എക്സിന്റെ വില എന്താവാം? നോക്കി, ഈ എക്സിന്റെ സ്ഥാനത്ത് നിങ്ങൾ 3 ഇട്ട് കൊടുക്ക്, പുറത്തേക്ക് 3 എന്നാ വരിക. ഇനി ഈ എക്സിന്റെ സ്ഥാനത്ത് നിങ്ങൾ -3 ഇട്ട് കൊടുത്ത് നോക്കി, അപ്പോഴും പുറത്തേക്ക് 3 വരിക. അതായത് ഈ എക്സിന്റെ സ്ഥാനത്ത് 3ഉം വരാം -3ഉം വരാം. അതായത് മോഡ് എക്സ് 3 ആണെങ്കിൽ എക്സ് എന്താവും? 3ഉം -3ഉം ആവാം. ഹായ്, അതുപോലെ തന്നെ മോഡ് എക്സ് -1 3 ആണെങ്കിൽ ഈ എക്സ് -1 3യും ആവാം. അതുപോലെ സാറേ എക്സ് -1 എന്ന് പറഞ്ഞാൽ -3യും ആവാം. സാറേ ആണല്ലോ സാർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി എങ്ങനെ സാറേ ഇതിൽ ആൻസറിലെത്തുക? സാർ ഈ -1 ഇങ്ങോട്ട് കൊണ്ടുപോവുക, അപ്പൊ എക്സ് ഈക്വൽ ടു 3 ഓൾറെഡി ഇവിടെ ഉണ്ട്, -1 ഇങ്ങോട്ട് പോയാൽ +1, അപ്പൊ എക്സ് ഈക്വൽ ടു എത്ര ആണെന്ന് കിട്ടും സാറേ? 4 ആണെന്ന് കിട്ടും. സെറ്റ് ആണല്ലോ. ആരുടെ ഈ ടൈമിനെ വിളിക്കുന്നത്? അബിസാറെ ഞങ്ങൾ ക്ലാസ്സിലാണ്, അബിസാറെ വിളിക്കാം. ഓക്കെ, അപ്പോൾ എക്സ് എത്ര ആണെന്ന് കിട്ടും? 4 ആണെന്ന് കിട്ടും. ഇനി അടുത്ത കേസിലോ എക്സ് -1 ഈക്വൽ ടു -3, അപ്പൊ എക്സ് കിട്ടണേ എന്ത് ചെയ്താൽ മതി? ഈ -1 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ -3 ഇവിടെ ഉണ്ട്, -1 ഇങ്ങോട്ട് വന്നാൽ +1 ആണ് സാറേ. അപ്പൊ എക്സ് എന്താണ് വരിക? -3 + 1 എന്താണ്? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണോ അല്ലെ? വ്യത്യസ്ത ചിഹ്നം ആണെങ്കിൽ അപ്പൊ 3 1 കുറച്ചാൽ 2, വലുതിന്റെ ചിഹ്നം മൈനസ്. അപ്പൊ എക്സ് എത്രന്ന് കിട്ടും? മൈനസ് ആണെന്ന് കിട്ടും. യെസ്, അപ്പൊ എക്സ് 4 ആവാം, എക്സ് എന്തും ആവാം, -2 ആവും. അതാണ് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ. സോ സി ക്വസ്റ്റ്യൻ, മോഡ് എക്സ് -1 ഈക്വൽ ടു മോഡ് എക്സ് -3 ആണെങ്കിൽ എക്സ് കാണണം. സി ക്വസ്റ്റ്യൻ കുറച്ച് ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് കാണാം. സി ക്വസ്റ്റ്യൻ അതായത് ഈ സൈഡിലും മോഡ് വന്ന് ഈ സൈഡിലും മോഡ് വന്ന് സാർ, അപ്പോൾ എന്ത് ചെയ്യും? മോഡ് എക്സ് -1 ഈക്വൽ ടു മോഡ് എക്സ് -3 ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കണം. സാർ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? എങ്ങനെയാണ് സാറേ അത് കണ്ടുപിടിക്കുക? ആർക്കെങ്കിലും അറിയോ? സാർ അത് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. ഇതിൻ്റെ മോഡ് ഒഴിവാക്കുമ്പോൾ അതൊരു പ്രത്യേക ട്രിക്ക് ആലോചിച്ചാൽ മതി കേട്ടോ. 2 സൈഡിലും മോഡുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? മോഡ് എക്സ് -1 ഇതിൻ്റെ മോഡ് ഒഴിവാക്കിയിട്ട് എക്സ് -1 എന്ന് തന്നെ എഴുതുക. എന്തെന്നെ എഴുതുക? എക്സ് -1 എന്ന് തന്നെ എഴുതുക. ഇനിയോ ഇതിൻ്റെ മോഡ് ഒഴിവാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. അതായത് -x -3 എന്നാക്കുക. എന്ത്? -x -3 എന്നാക്കുക. ഇനി ഇതിൻ്റെ ആൻസർ കണ്ടാൽ കിട്ടുന്നതായിരിക്കും എക്സ് എന്ന് പറയുന്നത്. നോക്കടാ, ഈ ഒരു സൈഡിൽ മാത്രം മോഡാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഇതിൻ്റെ വില 3യും -3 ആവുമെന്ന് മനസ്സിലാക്കുക. ഇനി 2 സൈഡിലും മോഡിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു സൈഡിലെ മോഡ് സിമ്പിളായിട്ട് എടുത്ത് കളയുക, മറ്റേടത്തിലത്തെ എടുത്ത് കളയുമ്പോൾ ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. ഇതാ ഓക്കെ സാറേ, ഇനി ബാക്കി ചെയ്ത് നോക്കുക. എക്സ് -1 ഈക്വൽ ടു ഈ മൈനസ് അകത്തുള്ള 2 ആക്കും വേണം. അപ്പോൾ -x ഇവിടെ ഒരു മൈനസ് കൊടുത്താൽ അത് പ്ലസ് ആവും അല്ലേ? +3. അപ്പോൾ ഈ -x ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താവും? ഓൾറെഡി ഇവിടെ ഒരു എക്സ് ഉണ്ട്, -x വന്നാൽ +x ആയി ഈക്വൽ ടു ഇവിടെ ഓൾറെഡി +3 ഉണ്ട്. ഈ -1 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവുക, അപ്പോൾ എന്തായി? +1. അപ്പോൾ ഇവിടെ 2x ഈക്വൽ ടു 4 എന്ന് കിട്ടി, x ഈക്വൽ ടു 2 എന്ന് കിട്ടി. സാറേ എങ്ങനെയുണ്ട് ആൻസർ? x ഈക്വൽ ടു 2 എല്ലാ മക്കൾക്കും കിട്ടിയിട്ടുണ്ടല്ലോ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് 100% പ്രതീക്ഷിക്കാം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. എല്ലാവരും വീഡിയോ പോസ് ചെയ്യുക, ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യുക. വീഡിയോ പോസ് ചെയ്യുക, ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യുക. യെസ്, എല്ലാവരും പോസ് ചെയ്ത് ട്രൈ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ബിറ്റ്വീൻ ദ പോയിന്റ്സ് റെപ്രസെന്റ് 1 and 4 ഇൻ ദ നമ്പർ ലൈൻ. 1 4 എന്ന് പറഞ്ഞ നമ്പേഴ്സ് തമ്മിലുള്ള അകലം അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. സാറേ ഉറപ്പായിട്ടും ചോദിക്കും. സോ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് വരിക? സാർ 2 പോയിന്റ് തമ്മിലുള്ള അകലം കാണണമെങ്കിൽ മോഡ് എക്സ് -y ചെയ്താൽ മതി. അപ്പം മോഡ് എന്താണത്? ഏതൊക്കെ പോയിന്റ്? 1ഉം 4ഉം തമ്മിലുള്ള അകലം കാണണ്ടേ? സാറേ ആ നമ്പർ ലൈൻ വരച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റൂട്ടോ. ഓക്കെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? മോഡ് ഏതൊക്കെയാണ് പോയിന്റ്? 1ഉം 4ഉം. അപ്പോൾ മോഡ് 1 - 4 ഈക്വൽ ടു മോഡിൻ്റെ അകത്ത് ആരാണ്ടായ 1 നിന്ന് 4 കുറച്ചാൽ
ഒന്നെന്ന് പറഞ്ഞാൽ സാറേ +1 വ്യത്യസ്ത ചിഹ്നം വന്നു, വലുതെന്ന് ചെറുത് കുറയ്ക്കുന്നു, വലുതിൻ്റെ ചിഹ്നം ഇടുന്നു. ആൻസർ മോഡിൻ്റെ അകത്ത് -3. മോഡിൻ്റെ അകത്ത് -3 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ സാറേ 3. അപ്പോൾ ഞങ്ങൾ ആൻസർ എന്താ സാറേ 3 സാറേ. 2 പോയിന്റ് തമ്മിലുള്ള അകലം. അടുത്തതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് നോക്കടാ, ഇങ്ങനെ തരും നിങ്ങൾക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രത്യേകം നോട്ട് ചെയ്തേക്കുക. ഇങ്ങനെ തരും, അതായത് എക്സിൻ്റെ വില 1ൻ്റെയും 4ൻ്റെയും ഇടയിലാണ്. ഓക്കെ, 1നേക്കാട്ടിലും കുറവാണ്, 1 ചെറുതാണ്, എക്സ് വലുതാണ്. ഇങ്ങനെ എഴുതിയാൽ എന്താ, എക്സ് ഇതാ ഓപ്പൺ ആയി കിടക്കുക അല്ലേ, എക്സ് വലുതാണ്, 1 ചെറുതാണ്. അതായത് 1നേക്കാട്ടിയും വലുതാണ് എക്സ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ കാണുമ്പോൾ മക്കൾ എന്താ ആലോചിക്കേണ്ടത്, വലിയ ഓപ്പൺ ആയി കിടക്കുന്നത് ഏത് സൈഡിലാണോ നോക്കുക, അവനാണ് വലുത്. അതായത് ഇവിടെ എക്സ് ആണ് വലുത്, 1 ചെറുതാണ്. അപ്പോൾ എക്സ് ആണ് വലുത്. ഓക്കെ, അപ്പോൾ 1നേക്കാട്ടിലും വലുതാരാ, എക്സ്. അതുപോലെ ഇങ്ങോട്ട് നോക്കി, ഈ സൈഡ് നോക്കുമ്പോൾ എക്സ് ചെറുതാ അല്ലേ. അതായത് 4നേക്കാട്ടിൽ 4 വലുത്, എക്സ് ചെറുത്. 4നേക്കാട്ടിൽ ചെറുതാണ് എക്സ്, 1നേക്കാട്ടിൽ വലുതാണ് എക്സ്. അതായത് 1ൻ്റെയും 4ൻ്റെയും ഇടയിലുള്ള ആളാണ് എക്സ്, 1ൻ്റെയും 4ൻ്റെയും ഇടയിലുള്ള ആളാണ് എക്സ്. ഓക്കെ, അതുപോലെ തന്നെ 1ൻ്റെയും 4ൻ്റെയും ഇടയിലുള്ള ആളാണ് ആര്, വൈ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മോഡ് x-y <3 എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. മോഡ് x-y 3നേക്കാട്ടും ചെറുതാണ്. ഒന്നും പേടിക്കാനില്ല, ഇത് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്ന് സിമ്പിളായിട്ട് കണ്ടോളിയേ. ബി ക്വസ്റ്റ്യൻ. സാറേ ഇവിടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1ൻ്റെയും 4ൻ്റെയും ഇടയിലാണ്. അപ്പോൾ എക്സ് ആരൊക്കെ ആയിരിക്കും, 1ൻ്റെയും 4ൻ്റെയും ഇടയിൽ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉള്ളത് സാറേ, 1ൻ്റെയും 4ൻ്റെയും ഇടയിൽ ആരാടുള്ളത്, 1ൻ്റെയും 4ൻ്റെയും ഇടയിൽ 2ഉം 3ഉം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എക്സ് ആരൊക്കെ ആവാം സാറേ, 2ഉം 3ഉം ആവാം. അതുപോലെ വൈയും 1ൻ്റെയും 4ൻ്റെയും ഇടയിലാണ്. അപ്പോൾ വൈ ആരൊക്കെ ആവാം സാറേ, ആ വൈയും 2ഉം 3ഉം ആവാം. ഓക്കെ, ഇനിയോ സാർ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മോഡ് x-y 3നേക്കാട്ടും ചെറുതാണെന്നാ. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടതെന്നോ, നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്, ഒന്നുമില്ലടാ. നോക്കി, ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്ത്, എക്സ് 2ഉം 3ഉം ആണ്. ഇങ്ങനെ പറഞ്ഞ് വൈ 1ൻ്റെയും 4ൻ്റെയും ഇടയിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി വൈ എന്തായിരിക്കും, 2ഉം 3ഉം. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് എന്താ, മോഡ് x-y എന്ന് പറഞ്ഞാൽ 3നേക്കാട്ടും ചെറുതാണെന്ന്. അപ്പോൾ നമുക്ക് എന്താണ് മുത്തുക കാണേണ്ടത്, മോഡ് x-y ആണ് കാണേണ്ടത്. അതിന് ആദ്യം എക്സും വൈയും കിട്ടണ്ടേ സാറേ. എക്സ് 2 3 ആവാം, വൈ 2 3 ആവാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു കാര്യം ചെയ്യാം, എക്സ് 2 എന്ന് എടുക്കുന്നത്, അതേപോലെ തന്നെ വൈയും 2 എന്ന് എടുക്കുന്നത്. എക്സ് 2 എന്ന് എടുക്കുന്നത്, വൈ 2 എന്ന് എടുക്കുന്നത്. ഇതാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ, എക്സ് 2 എന്ന് എടുക്കുന്നത്, വൈ 2 എന്ന് എടുക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ ആദ്യം ചെയ്യാൻ പോവാം. അപ്പോൾ മോഡ് x-y എന്താണ് വരിക, നിങ്ങൾ പറ, മോഡ് x-y എന്താ വരിക. അങ്ങനെയെങ്കിൽ മോഡ് x-y എന്താ വരിക, മോഡ് x-y എന്താ വരിക, നിങ്ങൾ പറ, ഈക്വൽ ടു മോഡ് എന്താ വരിക, x2 y2 എന്ന് വെച്ചാൽ 2 - 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര, 0 ആണ് സാറേ ആൻസർ വരിക. 0 എന്ന് പറഞ്ഞാൽ 3നേക്കാട്ടും ചെറുതല്ലേ, ആണ് സാറേ. നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്, മോഡ് x-y <3 എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഈ കേസിൽ മോഡ് x-y നമ്മൾ കണ്ടപ്പോൾ സാറേ ഇത് <3 ആണ്. ഒന്നാമത്തെ കേസ് കഴിഞ്ഞ്. ഇനി അടുത്തായിട്ട് മക്കൾ ചെയ്യേണ്ടത് എന്താ സാറേ, x2 എന്നും എടുക്കുക, y ഇവിടെ 2 എടുക്കേണ്ട 3 എടുക്കുക. അതായത് x2 y 3 എന്നെടുക്കുക. ഓക്കെ, ഈ കേസിൽ നമുക്ക് നോക്കുമ്പോൾ മോഡ് x-y എന്താ വരിക നോക്കുക, മോഡ് x-y ഈക്വൽ ടു മോഡ് x എത്ര 2, y എത്ര 3. അപ്പോൾ മോഡ് 2 - 3 എന്ന് വെച്ചാൽ മോഡ് -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര 1 ആണ്. ഈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് എന്ത് തന്നെയാണ് സാറേ, 3നേക്കാട്ടും ചെറുതാണ്. അപ്പോൾ ഈ കേസിൽ മോഡ് x-y 3നേക്കാട്ടും ചെറുതായി, ഈ കേസിലും മോഡ് x-y 3നേക്കാട്ടും ചെറുതായി. ഇനി മക്കൾസ് എന്താ ചെയ്യേണ്ടത്, എക്സ് 3 എന്ന് എടുക്കുക, എക്സ് 3 എന്ന് എടുക്കുക, വൈ 2 എന്ന് എടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, മോഡ് x-y കാണുക. ഇനി അടുത്ത കേസായിട്ട് എന്താ ചെയ്യേണ്ടത് സാറേ, എക്സ് 3 എന്ന് എടുക്കുക, വൈയും 3 എന്ന് എടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, മോഡ് x-y കാണുക. അപ്പോൾ ഇവിടെ നമുക്ക് 0 എന്ന് ആൻസർ കിട്ടി, അത് 3നേക്കാട്ടും ചെറുതാ നമ്മൾ പറഞ്ഞു. ഇവിടെ 1 എന്ന് ആൻസർ കിട്ടി, അത് 3നേക്കാട്ടും ചെറുതാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസറും 3നേക്കാട്ടും ചെറുതായിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഫൈനലി എന്ത് ചെയ്ത് പറയും, സോ മോഡ് x-y ഈസ് <3 എന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് ആൻസർ ചെയ്യും. അതെങ്ങനെയാണ് സാറേ ഞങ്ങൾക്ക് പറയാൻ പറ്റി, കാരണം ഞങ്ങൾ ഈ കേസിൽ എക്സ് ഇതാണ്, വൈ ഇതാണ്. ഓക്കെ, ഞങ്ങൾ എക്സ് 2ഉം വൈ 2ഉം എടുത്തിട്ട് മോഡ് x-y ചെയ്തപ്പോൾ ആൻസർ കിട്ടി 3നേക്കാട്ടും ചെറുതാണ്. അടുത്ത വാല്യൂ എടുത്ത് ചെയ്തപ്പോൾ 3നേക്കാട്ടും ചെറുതാണ്. അങ്ങനെ എല്ലാം 3നേക്കാട്ടും ചെറുതാണ്. സോ നമ്മൾ പറഞ്ഞു മോഡ് x-y എന്താണ്
സാറേ 3-നേക്കാട്ടി ചെറുതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സാർ എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ്. എക്സ് ദാ ഇപ്പൊ തന്ന പോണ തന്നെ. എല്ലാ മക്കളും വീഡിയോ പോസ് ചെയ്യണേ. എല്ലാ മക്കളും എന്ത് ചെയ്യണം? വീഡിയോ പോസ് ചെയ്യണം. യെസ്, നമ്മളോട് പറഞ്ഞു എക്സ് നാച്ചുറൽ നമ്പർ ആണ്, മാത്രമല്ല ഇങ്ങനെയും തന്നു. സാർ എങ്ങനെ തന്നാ? അതിൻ്റെ അർത്ഥം എന്താ? എക്സിന്റെ വില 5-ന്റെയും 14-ന്റെയും ഇടയിലാന്നല്ലേ. ഓക്കെ, എന്നിട്ടോ വാട്ട് നമ്പേഴ്സ് ആർ എക്സ്? എക്സ് ഏതൊക്കെ നമ്പർ ആവും നമ്മളോട് ചോദിച്ചു. എടാ ബുദ്ധിയുള്ള കുട്ടികളെ വേഗം പറ, എക്സ് ഏതൊക്കെ നമ്പർ ആവൂടാ? എക്സ് ഏതൊക്കെ? എക്സ് ആകാവുന്ന എണ്ണൽ സംഖ്യ ഏതൊക്കെ? എക്സ് 5-ന്റെയും 14-ന്റെയും ഇടയിലാണെങ്കിൽ സാറേ സിമ്പിൾ അല്ലേ സാറേ? ഏതൊക്കെ ആവാം 5-ന്റെയും 14-ന്റെയും ഇടയിൽ എന്ന് പറഞ്ഞാൽ? 6 ആവാം, 7 ആവാം, 8 ആവാം, 9 ആവാം, 10 ആവാം, 11 ആവാം, 12 ആവാം, 13 ആവാം സാറേ. ഇതാണ് ഞങ്ങളുടെ ആൻസർ. ഓക്കെ സാർ, അങ്ങനെയെങ്കിൽ ബി ക്വസ്റ്റ്യൻ, മോഡ് x-5 പ്ലസ് മോഡ് x-14 എത്ര? സാറേ ഇതെങ്ങനെ കാണുക? ഇതെങ്ങനെ സാറേ കാണുക? എത്ര എന്നെങ്ങനെ കാണുക? ഏത് കേസിൽ? ഈ കേസിൽ നമ്മൾ മോളിൽ പറഞ്ഞ ആ കേസിൽ മോഡ് x-5 പ്ലസ് മോഡ് x-14 എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. എങ്ങനെ കാണുക? എങ്ങനെ കാണുകടാ? 5, 14, 19. ഓക്കെ, എങ്ങനെയാടാ കാണുക? വേഗം പറഞ്ഞേരി. ആർക്കെങ്കിലും അറിയോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, നമുക്ക് ഈ വാല്യൂ കാണണം. നമ്മുടെ കേസ് എന്താ? ഈ കേസ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് എന്തൊക്കെ വരിക? ഇതൊക്കെയാണ് വരിക. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് ഇതൊക്കെയാണ്. നമുക്ക് ഇത് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആദ്യം 6 ഇട്ട് കൊടുക്കുക, പിന്നെ എക്സിൻ്റെ സ്ഥാനത്ത് 7 ഇട്ട് കൊടുക്കുക, പിന്നെ എക്സിൻ്റെ സ്ഥാനത്ത് 8 ഇട്ട് കൊടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി. സോ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പം എക്സ് ഈക്വൽ ടു ആദ്യം എന്ത് കൊടുക്കുക? എക്സ് 6 ആണെന്ന് കൊടുക്കുക. എക്സ് 6 ആണെങ്കിൽ മോഡ് x-5 പ്ലസ് മോഡ് x-14 ഇതല്ലേ നമുക്ക് കാണണ്ടേ? ഇത് എന്തായിരിക്കും വരിക നമുക്ക് നോക്കുക. സാറേ ഇത് സിമ്പിളാണ് സാറേ. മോഡ് എക്സ് എത്ര? 6 ആണ് സാറേ. അപ്പോൾ മോഡ് 6 - 5 പ്ലസ് മോഡ് എക്സ് എത്ര സാറേ? 6. അപ്പോൾ 6 - 14 ആണ് സാറേ. അങ്ങനെയെങ്കിൽ ബാക്കി നോക്കാം. ഓക്കെ, ബാക്കി ഞാൻ ഇങ്ങോട്ട് എഴുതട്ടെ, അല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതണോ? അല്ലെ ഞാൻ അടുത്ത പേജിൽ എഴുതിയാൽ മതിയായിരുന്നു അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, ഇത് ഇവിടെ തന്നെ കേട്ടെ. ബാക്കി ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണേ. ഈക്വൽ ടു എത്ര? 6 - 5 കുറച്ച് എത്ര സാറേ? മോഡ് -1 പ്ലസ് 6 - 14 കുറച്ച് എത്ര സാറേ? വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നടേ. 14 6 കുറയ്ക്കുക എത്ര? 8 ആണ് സാർ. വലുതിൻ്റെ ചിഹ്നം മൈനസ് ആണ് സാർ. അപ്പോൾ മോഡിൻ്റെ അകത്ത് എന്താ? -8 ആണ് സാർ. അപ്പോൾ മോഡിൻ്റെ അകത്ത് -1 എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് മോഡിൻ്റെ അകത്ത് -8 എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ നമ്മുടെ ആൻസർ എന്താ വരിക സാറേ? 9 ആണ് വരിക. നമ്മുടെ ആൻസർ എന്താ വരിക? 9 ആണ് വരിക. മോഡ് x-5 പ്ലസ് മോഡ് x-14 എത്ര ആൻസർ വരിക? 9 ആണ് സാറേ വരിക. ഇനി ആൻസർ തീർന്നോ? ഇല്ല. ഈ 6 എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ എക്സിൻ്റെ വില? ഒരിക്കലും അല്ല. നമ്മുടെ എക്സിന് ഇത്രയും വിലകളുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടി എടുത്തിട്ട് എല്ലായിടത്തിലും ഇത് കണ്ടുപിടിക്കാൻ പോകണ്ട. നിങ്ങൾ ഈ കേസിൽ, അതായത് ഈ ഒരു സാധനത്തിൽ എക്സിൻ്റെ വില 6 ആയിട്ട് കൊടുത്തപ്പം നിങ്ങൾക്ക് ആൻസർ 9 കിട്ടി. ഇനി ഇതേ സാധനത്തിൽ എക്സിൻ്റെ വില എന്തായി കൊടുക്കുക? 7 ആയിട്ട് കൊടുക്കുക. എക്സ് എന്ത് കൊടുക്കുക? ഇവിടെ 6 കൊടുത്തതിന് പകരം എക്സ് എന്ത് കൊടുക്കുക? 7 എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആൻസർ നോക്കുക. വീണ്ടും നിങ്ങൾക്ക് 9 ആയിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ പറയാം എക്സിന് ഏത് വില കൊടുത്തു കഴിഞ്ഞാലും മോഡ് x-5 പ്ലസ് മോഡ് x-14 എത്ര ആയിരിക്കും? 9 ആയിരിക്കും എന്ന് പറയുക. മോഡ് x-5 പ്ലസ് മോഡ് x-14 ഈക്വൽ ടു 9 ആണ് എന്ന് നിങ്ങൾ പറയാം. ഓക്കെ, അത് പറയുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് പറയണം? യെസ്, എക്സിന് ഏത് വില കൊടുത്താലും, ഇതിൽ ഏത് വില എക്സിന് കൊടുത്താലും മോഡ് x-5 പ്ലസ് മോഡ് x-14 എത്രയായിരിക്കും സാർ? 9 ആയിരിക്കും. എവിടുന്നാ കിട്ടിയേ സാർ? എക്സിന് ആദ്യം ഞങ്ങൾ ഈ വില കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടി 9 ആണ്. ഇനി ഞങ്ങൾ ഇത് കൊടുത്തു നോക്ക്. നിങ്ങൾ കൊടുക്കണം. ഇത് കൊടുത്താൽ എന്ത് കിട്ടും? വീണ്ടും നിങ്ങൾക്ക് 9 ആണെന്ന് കിട്ടും. അടുത്ത കൊടുത്താൽ വീണ്ടും നിങ്ങൾക്ക് ആൻസർ 9 ആണെന്ന് തന്നെ കിട്ടും. അതിൽ നിന്നാണ് നമ്മൾ ജനറലി പറഞ്ഞത് എന്ത്? ഈ സാധനത്തിൻ്റെ ആൻസർ എത്രയാണെന്ന്? 9 ആണെന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ സാർ. യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Write the numbers as represent the points which divide the distance between the points 5 and 14 into 3 equal parts. ഓക്കെ, മലയാളം നോക്കാം. മലയാളം, സംഖ്യാരേഖയിൽ 5, 14 ഇവയെ സൂചിപ്പിക്കുന്ന ബിന്ദുക്കളുടെ ഇടയ്ക്കുള്ള ഭാഗത്തെ. ഓക്കെ, കുറച്ച് വായിച്ചു നോക്കുക അല്ലേ? സി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. സോ ഒരു സംഖ്യാരേഖ, ഒരു നമ്പർ ലൈനിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ആദ്യം വരച്ചു. 5-ന്റെയും 14-ന്റെയും ഇടയുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഞാൻ 5 മുതൽ 14 വരെ 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഓക്കെ, 14 വരെ ഉള്ളത് ഞാൻ വരച്ചിട്ടോ. ഇനി ബാക്കി ക്വസ്റ്റ്യൻ എന്താ? യെസ്,
Write the numbers that represent the points which divide the distance between the points 5 and 14. 5, 14 എന്ന് പറഞ്ഞ ഈ 2 പോയിന്റ്സ് ഉണ്ടല്ലോ, ഈ 2 പോയിന്റ്സ് 5, 14 ഈ 2 പോയിന്റ്സിൻ്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനെ 3 ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ മുറിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു മുറി മുറിച്ച്, ഇവിടെ ഞാൻ ഒരു മുറി മുറിച്ച്, അപ്പോൾ ഇത് 3 ഈക്വൽ പാർട്ടാക്കിയില്ലേ? അങ്ങനെയെങ്കിൽ ഏതൊക്കെയാണ് ആ മുറിക്കുന്ന പോയിന്റ്സ് എന്നാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ? നോക്കി, സംഖ്യാരേഖയിൽ 5, 14 ഇവയെ സൂചിപ്പിക്കുന്ന ബിന്ദുക്കളുടെ ഇടയ്ക്കുള്ള ഭാഗത്തെ 3 തുല്യ ഭാഗമാക്കണം. 3 തുല്യ ഭാഗമാക്കണം. ബിന്ദുക്കളെ തുല്യ ഭാഗങ്ങളാക്കുന്ന ബിന്ദുക്കളെ സൂചിപ്പിക്കുന്ന സംഖ്യകൾ. അതായത് ഇതിനെ 3 തുല്യ ഭാഗമാക്കണമെങ്കിൽ അതിനെ എവിടെയൊക്കെയാണ് മുറിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പോയിന്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ മക്കൾ ആലോചിക്കേണ്ടത് എന്താണ്? യെസ് സാർ, ഇതിൻ്റെ ഇടയിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് സാർ? ഇതിൻ്റെ അല്ലെങ്കിൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ, 5 മുതൽ 14 വരെ എത്ര അകലുണ്ട്? 5 മുതൽ 14 വരെ എത്ര ദൂരമുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 ഉണ്ട് അല്ലേ? 9 ഉണ്ട് സാർ. ടോട്ടൽ എത്ര ഉണ്ട്? 9 ഉണ്ട് സാറേ. ഇനി ഈ 9നെ നമുക്ക് 3 തുല്യ ഭാഗമാക്കണ്ടേ? അപ്പോൾ 9നെ എന്ത് ചെയ്യണം? 3 തുല്യ ഭാഗമാക്കണം. അപ്പോൾ 9 ഹരിക്കണം 3 ചെയ്താൽ 3 നമ്മുടെ ആൻസർ കിട്ടുക. അതായത് ഈ പോയിന്റിൽ നിന്നും 3 എണ്ണം കഴിഞ്ഞിട്ടാണ് കുത്തിടേണ്ടത്. അതായത് ഇവിടുന്ന് 1, 2, 3 എണ്ണം കഴിഞ്ഞിട്ടാണ് കുത്തിടേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ പോയിന്റ് എത്ര ആയിരിക്കും സാറേ? 8 ആയിരിക്കും. ഇനിയോ ഇവിടുന്ന് 3 എണ്ണം കഴിഞ്ഞിട്ടാണ് അടുത്തത് വരിക. ആര് വരിക സാറേ? അടുത്ത പോയിന്റ് വരിക. ആര് വരിക സാറേ? ഇവൻ വരിക. അങ്ങനെയെങ്കിൽ ഇവൻ എത്ര സാറേ? 11 അല്ലേ? ഇതും എത്രയാണ്? 3, 3. ഇനിയോ അടുത്തതാ 12, 13, 14, വീണ്ടും 3 പോയിന്റ്. അപ്പോൾ ഇതെത്ര? 14. ഇതെത്ര? 5. ഈ പോയിന്റ് നിങ്ങൾ നോക്കണ്ട, 5ഉം 14ഉം, കാരണം ഓൾറെഡി അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മളോട് പറഞ്ഞത് എന്താണ്? 5, 14 ഈ 2 പോയിന്റിൻ്റെ ഇടയിലുള്ള ഈ ദൂരത്തെ 3 തുല്യ ഭാഗമാക്കണം. അപ്പോൾ നമ്മൾ തുല്യ ഭാഗമാക്കി. അങ്ങനെ തുല്യ ഭാഗമാക്കുകയാണെങ്കിൽ ആ മുറിക്കുന്ന ആ പോയിന്റില്ലേ, ആ പോയിന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ച്, ഏതൊക്കെയാണ് മുത്തു ആ പോയിന്റ്? സാറേ സിമ്പിൾ, 8ഉം 11ഉമാണ് ആൻസർ. അപ്പം നമ്മുടെ ആൻസർ എന്താ? 8 and 11 ആണ് ആൻസർ. കുറേയൊക്കെ നിങ്ങൾ വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇത്രയൊന്നും വലുതാക്കി ആലോചിക്കേണ്ട കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എത്ര ഉള്ളത്? 9 ടോട്ടൽ ഉള്ളത്. അതിന് 3 ഈക്വൽ പാർട്ട് എന്ന് പറഞ്ഞാൽ 3, 3, 3 ആക്കേണ്ടി. ഇനി 5ന്ന് 3 ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എവിടെ എത്തി? 8 എത്തി. 8ന്ന് 3 എന്ന് പറഞ്ഞാൽ എവിടെ എത്തി? 11 എത്തി. അപ്പോൾ ഏതൊക്കെ പോയിന്റ്സ്? 8ഉം 11ഉം സാർ. സിംപ്ലോസ്കി മാറ്റർ. സോ അങ്ങനെയെങ്കിൽ അടുത്ത പരിപാടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളോട് പറയുകയാണേ, ഇതൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യണം, നിങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യണം. ഞാൻ നല്ല സ്പീഡിലായിരിക്കും പറയാം, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. സോ നോക്കിയോളേ, വാട്ട് ആർ ദ നമ്പേഴ്സ് ദാറ്റ് റെപ്രസെൻറ്റ് എക്സ് ഫോർ വിച്ച് മോഡ് എക്സ് ഈക്വൽ ടു 1? സാറേ സിമ്പിൾ ആയിട്ടുള്ള കാര്യം എല്ലാവരും ചെയ്തിട്ടുണ്ട്. സാർ മോഡ് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഞങ്ങൾക്കറിയാം സാർ എക്സിൻ്റെ വില 1, -1 ആണ് വരിക. സോ എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ബി ക്വസ്റ്റ്യൻ, മോഡ് എക്സ് ചെറുതാണ്. മോഡ് എക്സ് ചെറുതാണ് 1നേക്കാൾ. മോഡ് എക്സ് 1നേക്കാട്ടും ചെറുതാണ്. എക്സ് ഒരു ഇൻറ്റിജറുമാണ്. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വില എന്ത്? ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താടാ? ഇൻറ്റിജർ എന്താടാ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ? ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താ? ആരാ പറയാ? ആർക്കോ പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയടാ. യെസ്, എന്താടാ? പറ. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താ സാറേ? ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ്. എങ്ങനെ പോകുന്ന നമ്പേഴ്സ് സാറേ? ഒന്നുമില്ല, ഇങ്ങനെ 0 ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, ഇങ്ങനെ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ -1, -2, -3 എവിടെ പോയി? ഇങ്ങനെ പോകുന്ന ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ ബാക്കോട്ട് ഇങ്ങനെ പോകും, മുന്നോട്ട് ഇങ്ങനെയും പോകും. ഇതാണ് ഇൻറ്റിജർ എന്ന് പറയുന്നത്. പക്ഷെ ആ ഇൻറ്റിജറിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ സാർ ഇവിടെ നമ്മളോട് പറഞ്ഞ് മോഡ് എക്സ് <<1 എന്നാണ് സാറേ. അതിൻ്റെ അർത്ഥം എന്താ? മോഡ് എക്സ് <<1 എന്നാ സാറേ പറഞ്ഞേ, ഈക്വൽ ടു 1 അല്ല പറഞ്ഞേ. മോഡ് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതിന് നമുക്കറിയാം എക്സിൻ്റെ വില 1ഉം -1ഉം ആണ്.
പക്ഷെ ഇങ്ങനെ എഴുതിയാൽ എന്താ സാറേ, പ്രത്യേകം നോട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ എന്താ, മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ക്വസ്റ്റ്യൻ മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നല്ല അടിപൊളിയായിട്ട് നോട്ട് ചെയ്തോ. മോഡ് എക്സ് ചെറുതാണ് ഒന്നിനെക്കാട്ടിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വില 1ൻ്റെയും -1ൻ്റെയും ഇടയിലായിരിക്കും. എക്സിൻ്റെ വില എവിടെയായിരിക്കും? ഇങ്ങനെയാണോ എഴുതുക? ചെറുതല്ലേ ആദ്യം എഴുതണ്ടേ? ഓക്കെ, എക്സിൻ്റെ വില -1ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും എക്സ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേടാ മുത്തു എഴുതുക? യെസ് സാർ. അപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില എന്തായിരിക്കും സാറേ? -1ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും എക്സ് സാറേ. ഓക്കെ, -1ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും സാർ എക്സ്. നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരികയാണ്, മോഡ് എക്സ് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്തായിരിക്കും സാർ? എക്സിൻ്റെ വില -5ൻ്റെയും 5ൻ്റെയും ഇടയിലായിരിക്കും സാറേ എക്സ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ നമുക്ക് കിട്ടി -1ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് എക്സ്. ഇനി ബി ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കുക. ഈ ഒരു പോർഷനിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് എന്ത്? -1ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് എക്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. സോ അടുത്തത് നമ്മൾ നോക്കുക, എക്സ് ഒരു ഇൻറ്റിജർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. എക്സ് എന്താണ്? ഇൻറ്റിജർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പോകുന്ന നമ്പറിനെയാണ് ഇൻറ്റിജർ എന്ന് പറയാം. സോ നിങ്ങൾ നോക്കടാ, -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പർ ലൈൻ വരച്ചു നോക്ക്. 0 1 2 3 എന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. -1 -2 -3 എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ടും പോകുന്നു. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് -1ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് എക്സ്. -1 കഴിഞ്ഞാൽ പിന്നെ ആരാളുള്ളത്? 0 ആണുള്ളത്. -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഏതാണ് സാറേ ആ ഓപ്ഷന്? 0 ആണില്ലേ ആ ഓപ്ഷന്? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം, എക്സ് ഇൻറ്റിജറും ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ സാറേ? 0 ആണ് നമ്മുടെ ആൻസർ. അതെവിടുന്നാണ് കിട്ടിയേ? -1ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള ഇൻറ്റിജർ, -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ ആര് മാത്രമേ ഉള്ളൂ? 0 മാത്രമേ ഉള്ളൂ. നോക്കടാ, -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ 0 അല്ലേ ഉള്ളൂ? ആണ് സാർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 0. ഇങ്ങനെ കണ്ടാൽ മക്കൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? -1ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ ആരാളുള്ളത്? സംശയമുണ്ട് നമ്പർ നോക്കുക. ഈ നമ്പർ ലൈൻ നോക്കുമ്പോൾ -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ ആരാ? 0 ആണ് മുത്തു ഉള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ റൈറ്റ് ദ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ എക്സ് സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. സോ എന്താ നമ്മൾ പറയാം? മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. എന്താടാ പറയാ? യെസ്, എന്താ പറടാ. ഇപ്പൊ ആദ്യത്തെ കണ്ടീഷനിൽ മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മോഡ് എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ എക്സിൻ്റെ വില എന്തായിരിക്കും? -1ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും നമ്മൾ പറഞ്ഞു. ഇനി മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇവിടെ കൂടുതലൊന്നും നമ്മൾ ആലോചിക്കേണ്ട. നമ്മളോട് ചോദിക്കുകയാണ് ഈ സാധനം ശരിയാവണമെങ്കിൽ റൈറ്റ് ദ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ, ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ് എക്സിന് കൊടുക്കാൻ പറ്റിയെന്നാണ് സിമ്പിളായി നമ്മളോട് ചോദിച്ചത്. എക്സിന് അതായത് ഇവിടെ ഇപ്പോൾ എക്സിന് ഒരുപാട് നമ്പർ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ എക്സിന് നിങ്ങൾ 10 എന്ന് കൊടുത്ത് വിചാരിക്കുക. മോഡ് 10 വലുതല്ലേ ഒന്നിനെക്കാട്ടിലും? മോഡ് 10 പറഞ്ഞാൽ എന്താ? 10 1നെക്കാട്ടി വലുതല്ലേ? ആണ് സാർ. ഇവിടെ നിങ്ങൾ എക്സിന് 15 എന്ന് കൊടുത്ത് വിചാരിക്കുക. മോഡ് 5 എന്താ? 15 ആണ്. ആ 15 എന്ന് പറഞ്ഞാൽ വലുതല്ലേ ഒന്നിനെക്കാട്ടിലും? ആണ് സാർ. അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് കൊടുക്കാൻ പറ്റും. നമ്മളോട് ചോദിച്ചാൽ എന്താ? ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. സോ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം നമ്മൾ ആദ്യം എണ്ണൽ സംഖ്യകൾ മാത്രം നോക്കിയാൽ മതിയല്ലേ? അപ്പം മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഇത് ശരിയാവുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. സോ എണ്ണൽ സംഖ്യകൾ 1 2 3 4 എന്ന് പറഞ്ഞു പോകുന്ന സാധനമാണല്ലോ. സോ ഞാൻ ആദ്യം എക്സിന് 1 എന്ന് കൊടുത്തു. അപ്പോൾ മോഡ് 1 ഗ്രേറ്റർ ദാൻ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 ഗ്രേറ്റർ ദാൻ 1. ഒന്നിനെക്കാട്ടിലും വലുതാണോ? അല്ല സാർ, അത് തെറ്റാണ്. 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഒന്നിനെക്കാട്ടിലും വലുതല്ല. സോ ഇത് പറ്റൂല. അങ്ങനെയെങ്കിൽ അടുത്ത കണ്ടീഷനായിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? എക്സ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്താണ് വരിക? മോഡ് 2 ഗ്രേറ്റർ ദാൻ 2, ഗ്രേറ്റർ ദാൻ 1 എന്നാണ് വരിക. മോഡ് 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 ആണ്. 2 ഗ്രേറ്റർ ദാൻ 1, 2 വലുതാണ് ഒന്നിനെക്കാട്ടിലും. 2 അല്ലേ വലുത്? യെസ് സാർ, ഇത് ശരിയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? യെസ് സാർ, നമ്മുടെ ആൻസർ എന്താണ്? എക്സ് ഈക്വൽ ടു 2 ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ എന്താണ്? 2 ആണ് സാറേ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ മുത്തേ?
യെസ് സർ ഓക്കെ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മോഡ് എക്സ് ഓക്കെ ഈ സാധനം നമുക്കറിയാം. ഈ ഒരു സംഭവം വന്നാൽ മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എക്സിൻ്റെ വില എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇതിൻ്റെയും ഇടയിലായിരിക്കും. ഏതിൻ്റെയും ഇടയിൽ? -1ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് ഇങ്ങനെ തരികയാണെന്ന് വിചാരിക്കും മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. അങ്ങനെയാണെങ്കിൽ അതായത് മോഡ് എക്സിൻ്റെ വില 1നെക്കാട്ടിലും വലുതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ എക്സിന് ഒരുപാട് വിലകൾ വരാം. പക്ഷേ അപ്പോൾ നമ്മൾ ഒരു കണ്ടീഷൻ കൂടി ഇവിടെ തന്നിട്ടുണ്ടാവും. അതെന്താന്ന് നോക്കുക, ചെറിയ എണ്ണൽ സംഖ്യ. അപ്പോൾ നമ്മൾ എണ്ണൽ സംഖ്യകൾ നോക്കി. ആദ്യം ഇതിന് 1 കൊടുത്തു. അപ്പോൾ 1 ഗ്രേറ്റർ ദാൻ 1 ശരിയല്ല. അടുത്തത് 2 കൊടുത്തു നോക്കുമ്പോൾ ശരി. അങ്ങനെയെങ്കിൽ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? ഇത് ശരിയാണെന്ന് സർ 2 ആണ്. സിമ്പിൾ ആണല്ലോ മുത്തുവോ? യെസ്, ഇതാണ് മലയാളികളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. സോ ഈ ക്വസ്റ്റ്യൻ ഒക്കെ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും മിസ്സാവില്ല. അടുത്തതായിട്ട് യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നുള്ള ഇതിൽ 5ൻ്റെ മാത്രം ഞാൻ ചെയ്യും, ബാക്കി നിങ്ങൾ ചെയ്യണം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നമുക്ക് എക്സ് മൈനസ് എക്സ് മോഡ് എക്സ് എക്സ് സ്ക്വയർ മോഡ് എക്സ് സ്ക്വയർ ഇതൊക്കെ നമുക്ക് കാണണം. സാറേ ഒന്നുമില്ല, ഈ പട്ടിക ഫില്ലാക്കണം. എക്സ് എത്രയാണ്? 5 ആണ്. അങ്ങനെയെങ്കിൽ മൈനസ് എക്സ് എത്ര? എടാ നോക്കടാ, എക്സ് ഈക്വൽ ടു 5 ആണെങ്കിൽ മൈനസ് എക്സ് എത്ര ആയിരിക്കും? സാറേ -5 ആയിരിക്കൂലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? -5. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ഈക്വൽ ടു 5 ആണെങ്കിൽ നോക്കടാ, എക്സ് 5 ആണ്. അങ്ങനെയെങ്കിൽ മോഡ് എക്സ് എന്തായിരിക്കും? മോഡ് എക്സ് എന്തായിരിക്കും? എക്സ് 5 ആണെങ്കിൽ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് 5 എന്ന് പറഞ്ഞാൽ എന്താ? 5 ആണ് സാറേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 5 ആണ്. ഇനിയോ അതുപോലെ നിങ്ങൾ എക്സ് സ്ക്വയറും മോഡ് എക്സ് സ്ക്വയറും കാണുക. ഇനി ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുക. സോ ഇത് ഞാൻ ചെയ്യാം. എക്സ് എത്ര? -2. അപ്പോൾ മൈനസ് എക്സ് എത്ര നോക്കുക. എക്സ് എത്ര? -2. അപ്പോൾ മൈനസ് എക്സ് എത്ര വരിക? ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കുക. -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 2 ആണ് സാറേ ഞങ്ങളുടെ ആൻസർ വരിക. ഓക്കെ, ഇനി എക്സ് ഈക്വൽ ടു -2 ആണെങ്കിൽ മോഡ് എക്സ് എത്ര? എക്സ് -2 ആണെങ്കിൽ മോഡ് എക്സ് എത്ര? മോഡ് -2 എന്ന് പറഞ്ഞാൽ എത്ര സാറേ? 2 ആണ് ആൻസർ വരിക. എത്രയാണ്? 2 ആണ്. ഇനി എക്സ് സ്ക്വയറിൻ്റെ കാണുക. അതായത് എക്സ് ഈക്വൽ ടു -2 ആണെങ്കിൽ എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2ൻ്റെ സ്ക്വയർ അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ -2 ഇൻറ്റു -2 അല്ലേ? -2 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ 4 അല്ലേ? സോ നമ്മുടെ ആൻസർ എന്താ മുത്തുവോ? സർ 4 ആണ്. ഇനിയോ മോഡ് എക്സിൻ്റെ സ്ക്വയർ കാണണം. മോഡ് എക്സ് എത്ര? ഈ കേസിൽ മോഡ് എക്സ് എത്ര? 2ൻ്റെ സ്ക്വയർ എത്ര? 4. സിമ്പിൾ അല്ലടാ? സിമ്പിൾ അല്ലേ? സോ ഇങ്ങനത്തെ ഒരു പട്ടിക വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നിങ്ങൾ കറക്റ്റ് അറിയണം. ഇങ്ങോട്ട് നോക്കി, ഇപ്പോൾ എക്സ് ഈക്വൽ ടു -3 ആണ് തന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് ഈക്വൽ ടു -3 എന്നാണ്. ഇത് ഞാൻ റഫായിട്ട് ചെയ്താണേ, നിങ്ങൾ നോക്കണ്ട. എക്സ് ഈക്വൽ ടു -3 എന്നാണ് തന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മോഡ് എക്സ് ആണോ കാണേണ്ടതെങ്കിൽ ഇവിടെ മോഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെയും മോഡ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്കറിയാം മോഡ് -3 എത്ര? 3 ആണ്. ആൻസറായി. ഇനി എക്സ് ഈക്വൽ ടു -3. ഇനി നിങ്ങൾക്ക് -x ആ കാണേണ്ടത് വിചാരിക്കുക. ഇവിടെ മൈനസ് അങ്ങോട്ട് കൊടുത്താൽ പോരെ? സോ ഇവിടെയും മൈനസ് ഇടണം. -3 എന്ന് പറഞ്ഞാൽ +3 ആണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരിക. സോ എല്ലാ മക്കളും സെറ്റ് ആക്കണം. റിയൽ നമ്പേഴ്സ് ഒരിക്കലും ഇനി എന്താവില്ല, നിങ്ങൾക്ക് ടഫ് ആവില്ല. ഈ പറയുന്ന ഇപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലും സ്പീഡ് ഉണ്ടെങ്കിൽ വീണ്ടും ബാക്ക് പോയി കാണുക. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും അത് കണ്ടുപോകുക. ഇങ്ങനെ നോക്കിയാൽ തന്നെ റിയൽ നമ്പേഴ്സിന് നാളെ നിങ്ങൾ എക്സാം പൊളിക്കുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടും ഇല്ല. സോ ഒരു ലാഗും ഇല്ല. സീ യു, ബൈ.